നമുക്കിന്നൊരു അതിഥിയുണ്ട്. ആ അതിഥിയെ നമുക്ക് വിളിക്കാലേ? അതെ, വിഷ്ണുമായാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. ചിലർക്കെങ്കിലും വിഷ്ണുമായ അറിയാമായിരിക്കും, പക്ഷെ നമുക്ക് വിഷ്ണുമായ ഒന്ന് പരിചയപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പൊ ഇങ്ങോട്ട് വരും, പറഞ്ഞോളൂ. ഏത് നാട്ടുകാരിയാണ് ആദ്യം പറഞ്ഞോളൂ, ആ നാട്ടുകാരൊക്കെ ഒന്ന് കേൾക്കൂ. ഞാൻ കേരളത്തിൽ തന്നെയാണ്. ശരിക്കും നാട് കോഴിക്കോടാണ്. നടുവണ്ണൂർ ബാലുശ്ശേരി ആ സ്ഥലത്ത്. ഇപ്പൊ താമസിക്കുന്നത് വയനാട് കൽപ്പറ്റ. വിഷ്ണുമായ ഒരു അടിപൊളി സിംഗറാണ് കേട്ടോ. പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടായിരിക്കില്ല, കാരണം വിഷ്ണുമായ ഓൾറെഡി പോപ്പുലർ ആയ ഒരു സിംഗറാണ്. വിഷ്ണുമായുടെ ശബ്ദം കൊണ്ട് ഒരുപാട് പ്രേക്ഷകരെ കയ്യിലെടുത്തൊരു വ്യക്തി കൂടിയാണ്. ഇനി ഞങ്ങൾ കൂടുതൽ വിവരിക്കുന്നില്ല, നമുക്കൊരു പാട്ട് അങ്ങ് കളറാക്കാം. ഒരു പാട്ടായിക്കോട്ടെ. കണ്ണുക്കൊരു വണ്ണക്കിളി, കാതുക്കൊരു ഗാനക്കുയിൽ, നെഞ്ചുക്കൊരു വഞ്ചി കൊടി നീദാനമ്മ. കണ്ണുക്കൊരു വണ്ണക്കിളി, കാതുക്കൊരു ഗാനക്കുയിൽ, നെഞ്ചുക്കൊരു വഞ്ചി കൊടി നീദാനമ്മ. തത്തിത്തവഴും തങ്കച്ചിമിഴേ, ഒങ്കിപ്പെരുകും സംഗത്തമിഴേ, മുത്തം തരനിത്തം വരും നക്ഷത്തിരം. யாரோட இங்க எனக்கு என்ன பேச்சு, நீதானே கண்ணே நான் வாங்கும் மூச்சு. வாழ்ந்தாக வேண்டும் வா வா கண்ணே, ராசாத்தி உன்ன காணாத நெஞ்சு காத்தாடி போலாடுது. பொழுதாகி போச்சு விளக்கேத்தியாச்சு, பொன்மானே உன்ன தேடுது. ராசாத்தி உன்ன காணாத நெஞ்சு കാത്താടി പോലാടുത്. വിഷ്ണുമായ സംഗീതത്തിലാണ് മായാജാല സൃഷ്ടിച്ചത്. ഇപ്പൊ മനസ്സിലായോ? തുടക്കം ഗംഭീരമായി. ഈ ശങ്കർ മഹാദേവനെ വിഷ്ണുമായനെ ചോട്ടി ചിത്ര എന്ന് വിശേഷിച്ചു. അതെന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി. ശ്രേയാ ഘോഷാൽ വരെ ഞെട്ടിപ്പോയിട്ടുള്ള ആളാണ്. അതെങ്ങനെ ഉണ്ടായിരുന്നു ആ നിമിഷം? എന്തായിരുന്നു അങ്ങനെ വിളിക്കാനുള്ള ഒരു സന്ദർഭം പറയാമോ? ഞാൻ ഒരു 12 വയസ്സായപ്പോൾ ഇതുപോലെ ഒരു ഹിന്ദി റിയാലിറ്റി ഷോ കളേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫൈനൽ ഓഡിഷൻ ആയിരുന്നു സ്റ്റേജിൽ. അപ്പോൾ ഞാൻ ജിയാ ജല്ലേ പറഞ്ഞ സോങ് പാടി. അപ്പോൾ വോള് ഇങ്ങനെ റേസ് ആയപ്പോൾ ജഡ്ജസ് നല്ല കമൻറ്റ്സ് പറയുന്നതിൻ്റെ ഇടയിൽ ശങ്കർ മഹാദേവൻ സാർ പറഞ്ഞു യു സൗണ്ട് ലൈക്ക് എ യങ് ചിത്ര എന്ന്. അപ്പോൾ ചോട്ടി ചിത്ര അങ്ങനെ ആ ഷോയിൽ അങ്ങനെ വിളിച്ചു. പിന്നെ പതിഞ്ഞ താളത്തിലാണ് വിഷ്ണുമായ സംസാരിക്കുന്നത് അല്ലേ? സംഗീതം പോലെ തന്നെയാണ് സംസാരം. വിഷ്ണുമായ ഫസ്റ്റ് റെക്കഗ്നീഷൻ വന്നു കഴിഞ്ഞു കേട്ടോ. അർച്ചന എന്ന് പറയുന്ന ഒരു വ്യക്തി പറയുന്നുണ്ട്, സൂപ്പർ എന്ന് പറയുന്നുണ്ട് കേട്ടോ. താങ്ക് യു. നമുക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. വിഷ്ണുമായിക്കും ഈ ദിവസം അടിപൊളിയായിരിക്കും. നമുക്ക് ഒരു പാട്ടും കൂടി ആയാലോ? ഒരു ഉഷാർ പാട്ടും. മഴമേഘമേതോ തീരം ഉണരാനിനി, മനതാരിലെങ്ങോ മായും മലർമേത്തതൻ ഇടനെഞ്ചിലേറിയോ രതിഭാവമേ നീ, ഇടനെഞ്ചിലേറിയോ രതിഭാവമേ നീ. നാളെ നീ എൻ താളമായി നിഴലായി വീണ്ടും വിരഹാർദ്ര ഗീതമേ വീണ പാടു മീണമായി. അടിപൊളി റോഷ്നി. പ്രേക്ഷകർ ഉണർന്നു തുടങ്ങി കേട്ടോ. കമന്റ്സ് ഇങ്ങനെ കൂടി വരികയാണ്. അപ്പൊ ഇന്ന് വിഷ്ണുമായാണ് നമ്മുടെ ഒപ്പം നിന്നിട്ട് ഉണർത്തുന്നത്. വിഷ്ണുമായുടെ സംഗീതം ഉണ്ടാവും, ഞങ്ങളുടെ വാർത്തകളും ഉണ്ടാവും.